എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 2 ശ്ലോകം 15 മുതൽ 23 വരെ 9 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. നാരദ മഹർഷി വസുദേവരോട് പറയണു, ഋഷഭന്റെ പുത്രന്മാരായ ആ നവയോഗികളും നിമി മഹാരാജാവും തമ്മിലുണ്ടായ സംവാദത്തെ കുറിച്ച് വർണ്ണിക്കണു. അടുത്ത ശ്ലോകം മുതൽ. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 15. പ്രിയവ്രതോ നാമസുതോ മനോ സ്വയംഭുവസ്യ തസ്യ അഗ്നിധ്രസ്തോ നാഭി ഋഷഭസ്തൽസുതസ്മൃത. ഋഷഭപുത്രന്മാരുടെ വൈഭവം അറിയാൻ ആഗ്രഹം അങ്ങക്കുണ്ടാവും അല്ലെ? അതുകൊണ്ട് അവരുടെ ജന്മം ആദ്യം പറയാം. ബ്രഹ്മാവിന്റെ പുത്രനായിട്ട് മനു ഉണ്ടായി. അദ്ദേഹത്തെ സ്വയംഭൂ മനു എന്ന് പറയും. ഈ മനുവിന്റെ പുത്രൻ പ്രിയവ്രതൻ. പ്രിയവ്രതന്റെ പുത്രൻ ആഗ്നീധ്രൻ. ആഗ്നീധ്രന്റെ പുത്രൻ നാഭി. നാഭിയുടെ പുത്രൻ ഋഷഭൻ. ബ്രഹ്മാവിന് സ്വയംഭൂ എന്ന പേരുണ്ട്. ആ പേരിൽ നിന്നാണ് സ്വയംഭുവൻ എന്ന് മനുവിന് പേരുണ്ടായത്. അപ്പൊ മനുകുലത്തിൽ ഉത്ഭവിച്ചവൻ ഋഷഭൻ. അതുകൊണ്ടെന്താ, അദ്ദേഹത്തിന്റെ വംശശുദ്ധിയെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. തമാഹുർവാസുദേവാംശം മോക്ഷധർമ്മവിവക്ഷയാ അവതീർണം സുതശതം തസ്യാസീൽ ബ്രഹ്മപാരകം. മോക്ഷധർമ്മം വ്യാഖ്യാനിച്ച് സകല ജനങ്ങളെയും ധരിപ്പിക്കാൻ വേണ്ടി അവതരിച്ച ശ്രീകൃഷ്ണ അംശമാണ് ഋഷഭദേവൻ. അദ്ദേഹത്തിന് 100 പുത്രന്മാരുണ്ടായി. അവരെല്ലാവരും ബ്രഹ്മതത്വം നന്നായി അറിഞ്ഞവരാകുന്നു. തേഷാം തു ഭരതോ ജ്യേഷ്ഠോ നാരായണപരായണ വിഖ്യാതം വർഷമേതത് എന്നാംനാ ഭാരതം അത്ഭുതം. ഈ 100 പുത്രന്മാരിൽ വെച്ച് ജ്യേഷ്ഠപുത്രൻ ഭരതനാകുന്നു. അദ്ദേഹം ശ്രീനാരായണനല്ലാതെ മറ്റ് യാതൊരാശ്രയവുമില്ല എന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ടിരുന്ന ഒരു ഭക്തോത്തമനായിരുന്നു. അതിനാൽ അദ്ദേഹത്തിന്റെ മാഹാത്മ്യം പറഞ്ഞറിയിക്കാൻ പ്രയാസാണ്. ഈശ്വരകാരുണ്യമുള്ളവർക്ക് മഹിമയുണ്ടാവാൻ വിഷമമില്ലല്ലോ. പരമയോഗ്യനായ ആ ഭരതൻ രാജാവായിരുന്നതിന് മുൻകാലത്ത് ഈ ഭൂമിക്ക് അജനാഭവർഷം എന്നായിരുന്നു പേര്. കുറെ കാലം കഴിഞ്ഞപ്പോ രാജാവായ ഭരതന്റെ അതിയോഗ്യത നിമിത്തം ഈ ഖണ്ഡത്തിന് ഭരതൻ എന്ന രാജാവിനാൽ പരിഷ്കാര രൂപേണ പരിപാലിക്കപ്പെട്ടത് എന്നർത്ഥം സൂചിപ്പിക്കത്തക്കതായ ഭാരതം എന്ന പേരുണ്ടായി. സഭുക്തഭോഗാം ത്വക്തേ മാം നിർഗതസ്തപസാ ഹരിം ഉപാസീനസ്തൽപദവിം ലേഭേ വൈ ജന്മഭിസ്ത്രിഭി. അദ്ദേഹം കുറെ കാലം രാജ്യം ഭരിച്ച് രാജഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ശേഷം വിഷയത്തിലുള്ള ആശ പരിത്യജിച്ചു. പൂർവികന്മാര് പലരും ഭൂമിയെ ഭരിക്കുകയും അവസാനത്തിൽ ഉപേക്ഷിച്ചു പോവുകയും ചെയ്തിരിക്കുന്നു. ഇപ്പൊ ഞാനും അധിക കാലമായിട്ട് ഭരിക്കണം, അനുഭവിക്കേണ്ട സുഖങ്ങൾ അനുഭവിക്കുകയും ചെയ്തു. ഇനി ഇതിൽ തന്നെ മനസ്സിരുത്തുന്നത് അവിവേകമാണ്. എപ്പോഴായാലും ഇതിനെ ഉപേക്ഷിക്കാതെ കഴിയില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഉപേക്ഷിച്ച് പരമാത്മാവിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഉത്തമം എന്ന് ഉറച്ച് അദ്ദേഹം രാജ്യം ഉപേക്ഷിച്ച് ഭഗവാനെ കുറിച്ച് തപസ് ചെയ്തു. അങ്ങനെ 3 ജന്മം ഭഗവത് ഭക്തിയോടുകൂടി തന്നെ കഴിച്ചു. അവസാനം ഭഗവത് സായുജ്യം പ്രാപിക്കുകയും ചെയ്തു. ഇത് പ്രസിദ്ധമായിട്ടുള്ള ചരിത്രമാണ്. തേഷാം വൈ നവദീപപതയോസ്യ സമന്തത കർമ്മതന്ത്ര പ്രണേതാര ഏകാശീതിർദ്വിജാതയ. ഭരതന്റെ അനുജന്മാരായി 99 പേരുണ്ടല്ലോ. അവരിൽ 9 പേര് കുശാവർത്തം, ഇളാവർത്തം, ബ്രഹ്മാവർത്തം, മലയം, കേതു, ഭദ്രസേനം, ഇന്ദ്രസ്പൃക്ക്, വിദർഭം, കീകടം എന്ന 9 ദ്വീപുകൾക്ക് അധിപന്മാരായിട്ട് ഭവിച്ചു. ഈ 9 ദ്വീപുകള് ഭാരത ഖണ്ഡത്തിന്റെ 4 ഭാഗത്തായിട്ട് കിടക്കുന്നു. 81 പേര് കർമ്മമാർഗത്തെ തെറ്റുകൂടാതെ നടത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ബ്രാഹ്മണരായിട്ട് ഭവിച്ചു. കർമ്മമാർഗത്തെ ഉപദേശിക്കുന്നവരാകയാൽ ഈ
51 പേരും വേദപാരകന്മാരായിരുന്നു എന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ജന്മം കൊണ്ട് ക്ഷത്രിയന്മാരാണെങ്കിലും ഗുണം കൊണ്ട് ബ്രാഹ്മണരായി എന്നർത്ഥം. നവാഭവൻ മഹാഭാഗ മുനയോ ഹ്യർത്ഥശംസിന ശ്രമണാവാദരസന ആത്മവിദ്യാ വിശാരദാഹ. ബാക്കിയുള്ളവരെ 9 പേര് പരമാത്മ സ്വരൂപത്തെ പറ്റി പ്രതിപാദിക്കുന്നവരായിട്ട് ഭവിച്ചു. എന്തുകൊണ്ടെന്നാൽ ഇവര് ആത്മവിദ്യയിൽ നിപുണന്മാരും ബാല്യം മുതൽക്ക് തന്നെ ആത്മജ്ഞാന സമ്പാദനത്തിനായി പരിശ്രമിച്ചവരും ആഹാരകാര്യങ്ങളിൽ വളരെ മനസ്സിരുത്താതെ ശരീരരക്ഷ ചെയ്യുക എന്നു മാത്രമല്ലാതെ മറ്റു യാതൊരു വിഷയസുഖങ്ങളും ആഗ്രഹിക്കാത്തവരും സത്യമേത്, അസത്യമേത്, ന്യായമേത്, അന്യായമേത് എന്നീ വിഷയങ്ങളെ പറ്റി നന്നായിട്ട് ആലോചിക്കുന്നവരുമായിരുന്നു. ഇങ്ങനെ ബാല്യം മുതൽക്കേ പരിശ്രമിക്കുന്നവർക്കല്ലാതെ ആത്മജ്ഞാനം ഉണ്ടാവാൻ വളരെ വിഷമമാണ്. ബാല്യത്തിൽ തന്നെ ഈ ബുദ്ധി ഉണ്ടാവണമെങ്കിൽ ജന്മാന്തരത്തില് വളരെ പുണ്യകർമ്മം ചെയ്യുകയും വേണം. ഇങ്ങനെ അധികം സുഹൃതം ചെയ്ത മഹാഭാഗ്യവാന്മാരായിരുന്നു ഈ 9 പേരും. അതുകൊണ്ട് ഇവര് ജന്മസാഫല്യത്തെ വരുത്തുന്ന ആത്മജ്ഞാനത്തെ പറ്റി പ്രസംഗിച്ചു. കവിർ ഹരി അന്തരീക്ഷ പ്രബുദ്ധ പിപ്പലായന ആവിർഹോത്രോധദ്രുമിള ചമസക്കരഭാജന. കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവിർഹോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജനൻ, ഇങ്ങനെ 9 പേരായിരുന്നു ആ മുൻ ആത്മജ്ഞാനികൾ. തയേതേ ഭഗവത് രൂപം വിശ്വം സദസദാത്മകം ആത്മനോ വ്യതിരേകേണ പശ്യന്തോ വ്യചരന്മഹിം. അവര് 9 പേരും പരമഹംസന്മാരായിരുന്നു എന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ടെന്നാൽ സ്ഥൂലമായും സൂക്ഷ്മമായും കാണപ്പെടുന്ന ഈ ലോകം ഭഗവാന്റെ സ്വരൂപം തന്നെ. ഈശ്വരൻ ആത്മാവിൽ നിന്നും ഭിന്നനല്ല. കാണപ്പെടുന്നതെല്ലാം ഈശ്വര ചൈതന്യം. താനും ആ ചൈതന്യം തന്നെ. അതിനാൽ താൻ തന്നെ ലോകം, ലോകം തന്നെ താൻ. ഇങ്ങനെ ആലോചിച്ചറിഞ്ഞ് ആത്മസാക്ഷാത്കാരം പ്രാപിച്ച ഇവര് ഞാനെന്നും എന്റേതെന്നും ഉള്ള ഭാവന കൂടാതെ എല്ലാം ഈശ്വരാത്മകമായി കണ്ടുകൊണ്ട് ലോകത്തിൽ സഞ്ചരിച്ചു. അവ്യാഹതേഷ്ടഗതയ സുരസിദ്ധ സാധ്യ ഗന്ധർവയക്ഷ നരകിന്നര നാഗലോകാൻ മുക്താശ്ചരന്തി മുനിചാരണഭൂതനാഥ വിദ്യാധരദ്വിജഗവാം ഭുവനാനി കാമം. ഇവര് 9 പേരും എവിടെ പോകണമെന്ന് വിചാരിച്ചാൽ തൽക്ഷണം ആ സ്ഥലത്തിലെത്തും. എങ്കിലും ഇവർക്ക് ഒരു വിഷയത്തിലും ആസക്തിയില്ല. എന്നാലും ഒരിടത്ത് താമസിക്കാതെ പല ദിക്കിലും ഇങ്ങനെ സഞ്ചരിച്ചു. ദേവന്മാര്, സിദ്ധന്മാര്, സാധ്യന്മാര്, ഗന്ധർവന്മാര്, യക്ഷന്മാര്, മനുഷ്യര്, കിന്നരന്മാര്, സർപ്പങ്ങള്, ഭൂതാധിപതികള്, വിദ്യാധരന്മാര്, പക്ഷികള്, പശുക്കള്, ഇവരുടെ എല്ലാവരുടെയും ലോകത്തില് സഞ്ചരിച്ചു ഈ നവയോഗികള്. മഹാത്മാക്കളായ അവര് ഇപ്പോഴും ആ വിധം സഞ്ചരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നുമുണ്ട്. ഭഗവത് ഭക്തന്മാർക്ക് ഈ വക സിദ്ധികള് ഒരു പ്രയാസം കൂടാതെ ലഭിക്കും എന്ന. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.